ഫ്ലാഷ് ബാക്ക്. അപ്പൊ നമ്മൾ അഭിനയിച്ച മഹാരാജ ഹോസ്റ്റൽ മൂവി ജൂലൈ 24 റിലീസായി. അപ്പൊ പടത്തിന് അത്യാവശ്യം നല്ലപോലെ പോസിറ്റീവ് വന്നു. അത് കൂടാതെ സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ലപോലെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം കൂടെ ഒരു നാട്ടിൽ നിന്ന് ജനിച്ച് ഞങ്ങള് തുടക്കക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്തും കുറെ ഫോൾട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ അറിയിക്കണം. എന്റെ ദൈവമേ, അവരിൽ കഴിയുന്ന വിധം നല്ലപോലെ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ടാലേ നിങ്ങൾക്ക് അതിന്റെ ഫീല് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിയേറ്ററിൽ ഇപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന ഞങ്ങൾക്ക് റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പക്ഷെ എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ഇങ്ങനെ നെഗറ്റീവ് വരുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അത് ഞങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇതുപോലെ നെഗറ്റീവ് വന്നെങ്കിൽ, പക്ഷെ ഞങ്ങൾ തിയേറ്ററിൽ പോയപ്പോൾ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് അത്യാവശ്യം അവർക്ക് തന്നെ ഭയങ്കര അക്സെപ്റ്റ് ചെയ്തു. അവർക്ക് ഇഷ്ടപ്പെട്ടു, അവര് സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് തന്നെ ഞങ്ങൾക്ക് ആവശ്യമാണ്. A few moments later. എന്തായാലും നിങ്ങൾ ലാസ്റ്റ് സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളൊരു ഹാപ്പി ആയിട്ടായിരിക്കും നിങ്ങൾ ചെറിയ രോമാഞ്ചത്തിൽ. അതെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ ചെയ്ത് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ ഇതില് കോമഡി മുഴുവൻ ഹൊററും മുഴുവൻ കോമഡിയും ആയിപ്പോയി എന്നുള്ളതാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. എന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമാച്ചറിഷ് അഭിനയിക്കാൻ അറിയില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. എങ്ങനെ നമ്മളെ പടം ഇങ്ങനെ പൊട്ടിപ്പോയത്? അഖിലെന്നാർഡി ഏറ്റാ പൊന്നോ, ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൂവുക. അത്ര ഡിസാസ്റ്റർ ആയിപ്പോയി, ദുരന്തമായി പോയി എന്ന് പറയായിരുന്നു. ഇത്രയും സമയം ആസഹിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രീനിൽ നോക്കാൻ തോന്നില്ല. 40-40 വർഷം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ കൊണ്ടുവന്ന് സിനിമയിൽ ഇറക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ. അഖിലെന്നാർഡിയുടെ ചില ചേഷ്ടകള് എന്റെ പൊന്നോ, ഫുഡ് എന്റെ ബ്രില്യൻസിനനുസരിച്ചുള്ള പ്രേക്ഷകർ സിനിമയ്ക്ക് കയറിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി. ഞാൻ പോകുന്നു. ബൈ ബൈ.